അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകരെ, ഒരു അല്പം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇസ്ലാഹി കേരളത്തിൽ വിസ്ഡം വിഭാഗത്തിൻ്റെ ജിന്നുവാദവുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. എത്രത്തോളമാണ് ഈ മാരകമായ വിസ്ഡം സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഈ വിശ്വാസം അവരുടെ പ്രവർത്തകർക്കിടയിൽ വലിയ അപകടമുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമുക്കറിയാം, 2007 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ആ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം വരുന്നു. വിവാദങ്ങൾക്ക് കാരണമായത് ആ ലേഖനമാണ്. അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജബ്ബാർ മൗലവി ആ ലേഖനത്തിൽ എഴുതിയത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ, തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല, തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഇതാണ് ആ കൊടിയ അപകടം പിടിച്ച ആ വാദം. പറഞ്ഞതിൻ്റെ ചുരുക്കം, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പം സ്വാഭാവികമായും മനുഷ്യരായ ആളുകളൊക്കെ വിചാരിക്കുന്നത് പോലെ അതെന്തെങ്കിലും മൃഗമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെ കാൽ പെരുമാറ്റമോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. മറിച്ച് അത് ജിന്നായിരിക്കാം എന്ന് ഒരു തോന്നൽ വരികയാണ്. ആ ശബ്ദത്തിൻ്റെ ഉടമ ഒരു ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എനിക്കൊരു വെളിച്ചം തരാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ആവശ്യപ്പെട്ടാൽ, ജിന്നിനോട് സഹായാർത്ഥന നടത്തിയാൽ, ഇസ്തിആന നടത്തിയാൽ, ഇസ്തിഗാസ നടത്തിയാൽ, ആ തേട്ടം കേവലമായ ഒരു തേട്ടമാണ്. എന്ന് പറഞ്ഞാൽ ശിർക്കാകുന്ന തേട്ടമല്ല, അബൗദ്ധികമാകുന്ന തേട്ടമല്ല. ശിർക്കും തൗഹീദും വേർതിരിയുന്ന വിഷയം അവിടെ വരുന്നില്ല. ആ തേട്ടത്തിൽ അത് ശിർക്കായി മാറുന്നില്ല എന്നുള്ളതാണ് ആ വാദം. സ്വാഭാവികമായും ഈ അപകടം പിടിച്ച വാദത്തെ വലിയ വിവാദമായി കൊണ്ട് തന്നെ കേരളത്തിലെ പൗരോഹിത്യം കൊണ്ടാടി. ആ ചരിത്രം നമുക്കറിയാം. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ അപകടം, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഈ അപകടം പിടിച്ച വാദം വിസ്ഡം സഹോദരങ്ങളടക്കമുള്ള നമ്മുടെ ആളുകളോട്, നമ്മുടെ ഇസ്ലാഹി കേരളത്തിലെ സഹോദരങ്ങളോട്, ഇത് അപകടമാണ്, ഇത് ശിർക്കാണ്, ഇത് വസീലത്തു ശിർക്ക് എന്ന് പറഞ്ഞാൽ തീരൂല, കേവലം ഹറാമല്ല ശിർക്കും ഹറാമുമാകുന്നു എന്ന് തന്നെ പറയണമെന്ന് പറയുമ്പോൾ, സാധാരണയായി അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ ആരെങ്കിലും ജിന്നിനോട് തേടുന്നുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വാദത്തിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? ഞങ്ങളാരും ജിന്നിനോട് തേടുന്നില്ല. ഞങ്ങൾ തേടണമെന്നോ തേടേണ്ടതാണെന്നോ തേടാമെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ നിങ്ങൾ കൂടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി അവരോട് പറയാറുണ്ട്, ഇത് തേടണമെന്നോ തേടേണ്ടതാണെന്നോ തേടാമെന്നോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്ന സമയത്ത്, സന്ദർഭത്തിൽ, ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നായിരിക്കാമെന്ന് വിശ്വസിച്ച് തേടിയാൽ, അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ നമ്മുടെ തേട്ടം കേട്ട് ആ ജിന്നിന് നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം അടിസ്ഥാനരഹിതമാണ്, അന്ധവിശ്വാസമാണ്. ആ വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ തന്നെ ശിർക്ക് സംഭവിക്കും എന്ന് നമ്മൾ അവിടെ അവർക്ക് തിരുത്തി കൊടുക്കാറുണ്ട്. അത് തന്നെ മതി, തേടേണ്ട ആവശ്യമില്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തന്നെ കാവലിനായി തേടുമ്പോൾ സഹായിക്കുമെന്ന വിശ്വാസം തന്നെ മതി ഒരാൾ ശിർക്കിൽ അകപ്പെടാൻ. അതല്ലാതെ ഷെയ്ഖ് മുഹയ്യിദ്ദീനോട് തേടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ അതിനെ വേർതിരിച്ച് വളരെ നസീഹത്തോടു കൂടി നമ്മുടെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പരലോകം കാംക്ഷിച്ചുകൊണ്ട്, പരലോകത്തിലെ വിജയം ഉദ്ദേശിച്ചുകൊണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ നസീഹത്ത് അവർ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ്.
ദിനം പ്രതി ഓരോ ദിവസം വർദ്ധിക്കും തോറും ഇവരുടെ ഈ വാദത്തിന്റെ കടുകട്ടി വർദ്ധിക്കുകയാണ്. പുതിയ പുതിയ വാദങ്ങൾ വരികയാണ്. ഈ മഹാ അബദ്ധത്തെ, അബദ്ധത്തെ അത് വ്യാഖ്യാനിച്ച് വീണ്ടും വലിയ വലിയ അബദ്ധങ്ങളിൽ ഇവർ പെട്ടുപോവുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ, എന്നെ ഏറെ പ്രയാസപ്പെടുത്തിയ ഒരു വാചകം ഇന്നൊരു വിസ്റ്റം സഹോദരന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കമന്റ് ആയിക്കൊണ്ട് കാണുകയുണ്ടായി. അതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ബാബ സാഹിബ് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം നമ്മുടെ പ്രബോധന മേഖലയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വിസ്റ്റം വിഭാഗവുമായി സഹകരിച്ച് നീങ്ങുന്ന ഒരാൾ. ഇപ്പോൾ അദ്ദേഹം വിഷ്ടത്തിന് പുറത്താണെന്ന് കേൾക്കുന്നു. അദ്ദേഹത്തെ വേണ്ട രൂപത്തിൽ നമ്മൾ കൊണ്ട് ആഘോഷിക്കേണ്ടതില്ല എന്നൊക്കെ വിഷ്ടത്തിന്റെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതായി കേൾക്കുന്നു. ഏതാവട്ടെ, അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി 100-200 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് കൊച്ചിയിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയാണ്? ISM സംഘടിപ്പിക്കുന്ന ഒരു ആദർശ വിശദീകരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വലിയ സംഭവമായിക്കൊണ്ട് ആ സാധു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജിന്നിനോട് സഹായം തേടിയാൽ മുത്തുലക്കൻ അത് ശിർക്കാണ് എന്നതിന് തെളിവെന്താണ്? അത് എല്ലാ തേട്ടവും അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഇസ്തിയാനത്തും ബിൽ ജിന്നി ബി കുല്ലി അൻവാഇഹ ഷിർക്കുൻ എന്ന് പറയുന്ന ഒരു ആയത്ത് വേണം എന്ന രൂപത്തിലാണ്. സ്വാഭാവികം, നമുക്കൊക്കെ അറിയാം. വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അതിന്റെ വിധി ഹുക്കുമ് അത് മുത്തലക്കനാണ്. അതല്ലെങ്കിൽ അത് മുഖയ്യദാക്കണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണം. ഉദാഹരണം പറഞ്ഞാല് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറയാം. ഹുർരിമ അലൈക്കുമുൽ മൈതത്തു വദ്ദം, ശവം നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ശവവും അതിൽ പെട്ടു. എല്ലാ ശവവും അതിൽ പെട്ടു. പിന്നെ അതിൽ പെടാത്ത ശവമുണ്ട്, അനുവദിക്കപ്പെട്ട ശവമുണ്ട് എന്നുള്ളതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കടലിലുള്ള ജീവികൾ അതിൻ്റെ ശവം ഹലാലാണ്, അതിൻ്റെ ശവം ഹലാലാണ്, അത് ഇതിന് ബാധകമല്ല എന്ന് പ്രവാചകന്റെ നാവിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇസ്തിസ്നാ സംഭവിച്ചത്. ഹുർരിമ അലൈക്കുമുൽ മൈത്തത്ത് എന്നതിന്റെ പരിധിയിൽ എന്ത് പെടില്ല? മത്സ്യം പെടില്ല. അതേപോലെ ജറാദ് എന്ന വെട്ടുകിളി പെടില്ല. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൽ നിന്നാണ്. ഇതിൽ പെടാത്തതാണ്, ശവം കഴിക്കരുത് എന്ന വിധിയിൽ പെടാത്തതാണ് ഈ മത്സ്യവും ഈ വെട്ടുകിളിയും ഒക്കെ പ്രവാചകന്റെ വാക്കിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അതേപോലെ വന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ എന്ന വിശുദ്ധ ഖുർആനിലെ ഏതൊരു ഹൃദയമുള്ളവനും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഈ ജിന്ന് വിഷയത്തിൽ ഞാനടക്കമുള്ള ആളുകൾക്ക് ഇതിൽ സ്റ്റാൻഡ് ഏതാണ്, നിലപാട് ഏതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വിശുദ്ധ ഖുർആന്റെ വചനമാണ്. ആ വന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ, മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തോട് സഹായം തേടിയിരുന്നു എന്ന ആയത്താണ് ഇസ്തിയാനത്തും ബിൽ ജിന്ന് ശിർക്കാണെന്നതിന് തെളിവ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുല്ലുൻ എന്നില്ലല്ലോ, എല്ലാ തേട്ടവും എന്നില്ലല്ലോ. അവിടെയാണ് ബാബ സാഹിബ് തെളിവ് കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ബാബ സാഹിബിനെ പിരികയറ്റി വിടുന്ന ആളുകൾ ഇത് മുഖയ്യതായി പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്തിയാനത്ത്, ആ ഇസ്തിയാനത്തിന്റെ പരിധിയിൽ നിന്ന് ഈ ജിന്നിനോട് ഇത്തരം തരത്തിലുള്ള തേട്ടങ്ങൾ, ജിന്നിനോടുള്ള ഇത്തരം തരത്തിലുള്ള തേട്ടങ്ങൾ അത് അതിൽ പെടുകയില്ല. ഏതുപോലെ മത്സ്യം ചത്തത് എന്ന ഹുക്കുമിൽ, കഴിക്കാൻ പാടില്ല എന്ന ഹുക്കുമിൽ പെടുകയില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ, ജറാദ് പെടുകയില്ല എന്ന് പറയുന്നത് പോലെ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് പോലെ ഇത്തരം ജിന്നിനോടുള്ള തേട്ടത്തിൽ ശിർക്കല്ലാത്ത ഒരു ഇസ്തിസ്നാ ഉണ്ട് എന്നതിനാണ് ഇവർ തെളിവ് കൊണ്ടുവരേണ്ടത്. ഈ സാധുവിന് അത് മനസ്സിലാകുന്നില്ല. വേണ്ട രൂപത്തിൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അനസ് മൗലവി, അഹമ്മദ് അനസ് മൗലവി വളരെ ഗംഭീരമായി അതിന് കൃത്യമായ മറുപടി കൊടുത്തു. അദ്ദേഹം ലക്ഷ്യം വെച്ചൊരു മറുപടി കിട്ടണമല്ലോ, ആ മറുപടി കിട്ടിയില്ല. സ്വാഭാവികമായും ഈ സത്യം നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ഈ അബദ്ധവും നമുക്ക് ബോധ്യപ്പെട്ടു സാധു. പിന്നീട് അദ്ദേഹം അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, പുളിക്കലിലേക്ക് അദ്ദേഹം വണ്ടി കയറി വരികയാണ്. പുളിക്കൽ വന്നുകൊണ്ട് ഈ സാധു ഇതേ ഭീമാബദ്ധം വലിയ മഹാചോദ്യമായി വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതല്ല പ്രശ്നം. അതുകൊണ്ട് സ്വാഭാവികമായും ഈ മനുഷ്യന് ചില പ്രശ്നങ്ങളുണ്ട്, ഇദ്ദേഹത്തിന് ചില അസ്ഥിരതയുണ്ട്. ഇദ്ദേഹത്തിന്റെ വാക്കിനെ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ഇദ്ദേഹം ഒരു തരത്തിലുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. ഇദ്ദേഹം ഒന്ന് ഇപ്പോൾ പറയുന്നു, വേറൊന്ന് മറ്റൊരു സമയത്ത് പറയുന്നു എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള അസ്ഥിരത ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം അനീഫ് കായ കൂടി അവിടെ സംസാരിച്ചു, തെളിവുകൾ സമർപ്പിച്ചു. ചില ആളുകൾക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ല, ആദർശപരമായ നിലപാടുകളാണ്. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത്, 1-2 വിസ്റ്റം സഹോദരങ്ങളോടുള്ള എൻ്റെ സംസാരവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ
അദ്ദേഹത്തിനോടുള്ള സമീപനവുമാണ് എന്നെ പ്രകോപിപ്പിച്ചതെന്നും ആ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സമസ്തയിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിച്ചതെന്നാണ്. അപ്പൊ കേവലം 2 വിസ്ഡം പ്രവർത്തകർ പ്രകോപിപ്പിച്ചാൽ ഞാൻ സമസ്തയിലേക്ക്, ഏത് സമസ്തയിലേക്ക്? ഷിർക്കിന്റെ കൂടാരത്തിലേക്ക്, സമൂഹത്തിൽ മുഴുവൻ ഷിർക്കൻ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ഖബറാരാധനയെ കൊണ്ടാഘോഷിക്കുകയും ഈ CM മടവൂര് അത് മുദബ്ബിറാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു കൂടാരത്തിലേക്ക് 2 വിസ്ഡംകാര് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ അങ്ങ് മാനസികമായി വിഷമുണ്ടാകുമ്പോൾ ഞാൻ പോവുകയാണ് ഷിർക്കിലേക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ഒരു പരമസാധുവാണ് ഈ മുമ്പിലിരിക്കുന്ന ബാബ സാഹിബ് എന്ന് ഹനീഫ് കായക്കോടി അവിടെ കൃത്യമായി തെളിയിച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സമസ്തയിലേക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതെ, പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. സാധാരണയായി നമ്മളൊക്കെ വിചാരിച്ചു ആ മനുഷ്യൻ ആ ആളുകളുടെ മുമ്പിൽ വഷളാകുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ കൗണ്ടർ ചെയ്യണ്ടേ, അതിന്റെ ഭാഗമായിട്ടുള്ള കേവലം ഒരു കൗണ്ടറാണെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ പറഞ്ഞ വിഡ്ഢിത്തത്തെ അദ്ദേഹത്തിന്റെ ഈ വിസ്ഡം സഹോദരങ്ങൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറെ ഭയപ്പെടുത്തേണ്ട വിഷയം. നിങ്ങൾ നോക്കി, സ്വാഭാവികം ഹനീഫ് കായക്കോടി അത് ആ വിഷയത്തെ, ബഹുമാന്യനായ ഹനീഫ് കായക്കോടി അത് വിശദീകരിച്ചു പറഞ്ഞു. പിന്നെ മാത്രമല്ല, നിങ്ങൾ രണ്ടാമത് നിങ്ങളുടെ മകളുടെ നിക്കാഹ് നടത്തി കൊടുത്തത് ആരാണ്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലേ? ഇത് പോരെ? ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയ ഒരു മനുഷ്യൻ ഈ പക്കാശിർക്കും കുഫറും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുടി പോലും വിറ്റ്, ആ മുടിയാണെന്ന് പറഞ്ഞ് കള്ളമുടി കൊണ്ടുവന്ന് വിറ്റ് കാശാക്കുന്ന ഈ വലിയ തട്ടിപ്പുകാരെ വിളിച്ചു കൊണ്ടുവന്ന് തന്റെ മകളുടെ നിക്കാഹ് നടത്തിയത്, അതും പോരെ നിങ്ങൾ ഈ സമസ്തയിലേക്ക് പോയി എന്നുള്ളതിന്റെ തെളിവായിട്ട് എന്ന് പറയുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അവസാനത്തിലേക്ക് വന്നാൽ, ഈ വീഡിയോ ഇടാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കമന്റാണ്. ഈ വിഷയത്തെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ ഒരു പ്രബോധകൻ, നമ്മുടെ ഒരു പ്രവർത്തകൻ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് ഒരു വിസ്ഡം പ്രവർത്തകൻ നടത്തിയ ഒരു കമന്റ് നോക്കൂ, അതിലെ അപകടം നോക്കൂ. എന്ത്? വസീലത്തുനിലെ ഷിർക്ക്, ഷിർക്കിലേക്കുള്ള പാതയാണിത്. ഷിർക്കിലേക്ക് എത്തിയിട്ടില്ല. ഇത് കേവലം ഒരു തേടണമെന്നോ തേടേണ്ടതാണെന്നോ തേടാമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു വിശ്വാസം, ഈ പ്രവർത്തികളുടെ മനസ്സിൽ ഈ വിസ്ഡം നേതാക്കന്മാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തേടിയാലേ ഷിർക്കാവൂ, തേട്ടം സംഭവിച്ചാലല്ലേ അപകടമുള്ളൂ. ഞങ്ങൾ തേടുന്നില്ലല്ലോ, തേടാമെന്ന് പറയുന്നില്ലല്ലോ. തേടാമെന്ന് പറയുമ്പല്ലേ നിങ്ങളിങ്ങനെ വെപ്രാളപ്പെടേണ്ടതുള്ളൂ. ഞങ്ങൾ പറഞ്ഞത് അത് ഷിർക്കാകൂല എന്ന് മാത്രല്ലേ, വസീലത്തും ഷിർക്ക് മാത്രമാണ്, ഷിർക്കാണെന്ന് പറയില്ലെന്നല്ലേ. അതിനെന്തിനെ ഇത്ര വെപ്രാളം കൊള്ളുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ നമ്മൾ തിരുത്തി കൊടുക്കുന്നു. വിശ്വാസം തന്നെ മതി ഷിർക്ക് സംഭവിക്കാൻ. ഇത് എത്രത്തോളം ഇവരുടെ ഈ പ്രവർത്തകരുടെ വിശ്വാസത്തെ മലിനമാക്കി നോക്കൂ. അങ്ങനെ ഈ ബാബ സാഹിബിനെ ന്യായീകരിച്ചുകൊണ്ടൊരു വ്യക്തി അദ്ദേഹത്തിന്റെ കമന്റ് ഇടുകയാണ്. വിസ്ഡം പ്രവർത്തകനാണ്, നമ്മുടെ പണ്ഡിതന്മാരെ നിരന്തരമായി പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതാവട്ടെ, സമസ്തയിലേക്ക് പോകുന്നു എന്നാൽ വസീല മാത്രമാണ്. കേട്ടോ, വസീലത്തു ഷിർക്ക് എത്രത്തോളമാണ് ഇവരുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കിയെന്ന് നോക്കൂ. ഇവർ ആ വിശ്വാസത്തിൽ എത്രത്തോളമാണ് പതിച്ചത്. സമസ്തയിലേക്ക് പോകുന്നു എന്നാൽ അത് വസീല മാത്രമാണ്. അയാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ സമസ്തയിലേക്ക് എത്തിയെന്നല്ല. പോയാലേ കർമ്മമാകൂ. ശരിയാണ്, പോയാലേ കർമ്മത്തിൽ അയാൾ സമസ്തയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലാണ് അയാൾ സമസ്തയിലേക്ക് എത്തിയത്. പോയി കഴിഞ്ഞാലേ അവരുമായി സഹകരിച്ചാലേ കർമ്മത്തിൽ സമസ്തയാകുന്നുള്ളൂ. സമ്മതിച്ചു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം സമസ്ത വിശ്വാസത്തിലേക്ക് പോയിട്ടില്ല. അയാൾ സമസ്തയിലേക്ക് എത്തിയിട്ടില്ല. സമസ്തയുടെ മലീമസമായ ഷിർക്കൻ വിശ്വാസത്തിലേക്ക്, കുഫ്രൻ വിശ്വാസങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാന്തപുരത്തെ നിക്കാഹിന് കൊണ്ടുവന്നാലും പുറത്തു പോവില്ല. ഇസ്ലാം എന്ന് പുറത്തു പോവില്ല, മറ്റൊരു വിധിയാണ്. നിങ്ങൾ നോക്കി, എന്തൊരു അബദ്ധമാണ് ഈ സഹോദരൻ പറഞ്ഞത്. അതല്ലെങ്കിൽ ഈ സഹോദരനെയൊക്കെ നിർമ്മിച്ചെടുത്ത ഈ വിസ്ഡം വിശ്വാസ സംഹിത പറയുന്നത്. വസീലത്തു ഷിർക്ക് സമസ്തയിലേക്ക് പണ്ട് ഹനീഫ് കായക്കോടി, ബഹുമാനായ ഹനീഫ് കായക്കോടി സംവാദത്തില്, പേരോടുമായി നടത്തിയൊരു സംവാദത്തില് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ ഉറപ്പടിച്ചു എന്ന് പറഞ്ഞ് എയർപോർട്ടിലേക്ക് എത്തിച്ചു കൊടുത്തല്ലോ. അതാണ് എനിക്ക് ഓർമ്മയിലേക്ക് വന്നത്. എയർപോർട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ എയർപോർട്ടിലേക്ക് എത്തിയോ? ആ രൂപത്തിൽ ബാബ സാഹിബ് സമസ്തയിലേക്ക് എത്തിയിട്ടുണ്ട്. പോകുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല, എത്തിയത് തന്നെ തെളിവുകൾ ധാരാളമുണ്ട്. പക്ഷേ ആ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഈ വാക്ക് തന്നെ മതി അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചു എന്ന് പറയാൻ. കാരണം ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ തൗഹീദ് വിട്ട്
ഞാൻ തൗഹീദ് വിട്ട് ബിംബാരാധനയിലേക്ക് പോവുകയാണ്, ബിംബാരാധനയാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ബിംബാരാധനയിലേക്ക് പോവുകയാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഇസ്ലാമികമായ വിധി എന്താണ്? അയാൾ ശിർക്കിലേക്ക് എത്തിയില്ലേ? അയാൾ പറഞ്ഞത് കൊടിയ ശിർക്കല്ലേ? അയാളുടെ വിശ്വാസം കൊണ്ട് അയാൾ ബിംബാരാധനയെ മനസ്സിൽ സ്വീകരിച്ചില്ലേ? കർമ്മത്തിൽ സ്വീകരിക്കൽ പിന്നെയല്ലേ. ഒരാൾ മനസ്സുകൊണ്ട് ശിർക്കിനെ സ്വീകരിച്ചാൽ അയാൾ മുശ്രിക്കാവൂലേ? അല്ലെങ്കിൽ അയാൾ ശിർക്കിന്റെ ഹുക്കുമിൽ എത്തിയില്ലേ? എന്നാ അയാൾ പോയി അമ്പലത്തിന്റെ പടി കടന്നാലേ അയാൾ ശിർക്കിലേക്ക് എത്തൂ, അല്ലെങ്കിൽ പൂജ നിർവഹിച്ചാലേ ശിർക്കിലേക്ക് എത്തൂ, അല്ലെങ്കിൽ അമ്പലത്തെ തവാഫ് ചെയ്താലേ ശിർക്കിലേക്ക് എത്തൂ. ഞാൻ ബിംബാരാധനയിലേക്ക് പോകുന്നു തൗഹീദ് വിട്ടെന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കൂലേ, ഇയാൾ ഇത്തരം ശിർക്കൻ വിശ്വാസത്തിലേക്ക് എത്തി. ഞാൻ സമസ്തയിലേക്ക് പോകുന്നു എന്നൊരാൾ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഞാൻ സമസ്തയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നല്ലേ? ഈ സമസ്തയുടെ കുഫ്രൻ വിശ്വാസം ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നല്ലേ? അതല്ലാതെ ഒരാള് വിശ്വാസത്തിൽ മാത്രം ശിർക്ക് സംഭവിച്ചാൽ പോരാ, അയാൾ ആ കർമ്മത്തിലും കൂടി ശിർക്ക് സംഭവിച്ചാലേ യഥാർത്ഥ ശിർക്കാകൂ എന്ന് ഇഷ്ടത്തിന് വിശ്വാസമുണ്ടോ? ആരാണ് ഇവരെ നിർമ്മിക്കുന്നത്? ഏതൊരു വിശ്വാസമാണ് ഇവരെ ഇത്തരം അബദ്ധങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത്? അതിനുത്തരമാണ് വിസ്ഡം എന്ന് പറയുന്ന ഈ ശിർക്കൻ വിശ്വാസത്തെ അതിന് വെള്ളപൂശാൻ വേണ്ടി തങ്ങളുടെ പണവും സമ്പത്തും തങ്ങളുടെ ആരോഗ്യവും ചിലവഴിക്കുന്ന ഈ വിസ്ഡം വിഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇനി അവരെ അദ്ദേഹത്തെ ഒന്ന് എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്, ബാബ സാഹിബിനെ എയർപോർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ബാബ സാഹിബ് പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ അയാളുടെ വിശ്വാസത്തിൽ അയാൾ സമസ്തയെ സ്വീകരിച്ചു എന്ന് വന്നു. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഹ്, അത് കേരളത്തിലെ ഏറ്റവും വലിയ മതം വിറ്റ് കാശാക്കുന്ന ഈ കുഫ്രൻ ശിർക്കൻ വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നടത്തിക്കൊടുത്തത് എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കണം. രണ്ടാമത്തത്, ഇനി ഇതൊന്നും പോരെങ്കിൽ ബാബ സാഹിബ്, നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം, ബാബ സാഹിബ് തന്നെ ഇവരുടെ മീലാദ് റാലിയിൽ പങ്കെടുക്കുന്ന, നിങ്ങൾക്ക് ആ ബാനർ കണ്ടാൽ വായിക്കാം സൈഡിൽ, മീലാദ് റാലിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ ആണ്. ഇനി അദ്ദേഹത്തെ ഒന്നും കൂടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണണമെങ്കിൽ രണ്ടാമത്തെ ഫോട്ടോ നോക്കൂ. അവിടെ നിങ്ങൾക്ക് കാണാം അദ്ദേഹം അവിടുത്തെ ഈ സമസ്ത ഈ ചെളിക്കുണ്ടിലെ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു സെൽഫി ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഇനിയും അതും പോരെങ്കിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അവർ നടത്തുന്ന മൗലിദ് സദസ്സിൽ പങ്കെടുക്കുന്ന, അത് ആഘോഷിക്കുന്ന സമസ്തയാണ്. ഇത് പോരെ ബാബ സാഹിബ് സമസ്തയിലേക്ക് പോയി എന്നുള്ളതിന്? ഇനി അദ്ദേഹം സമസ്തയിൽ നിന്ന് വന്നാൽ സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മറുന്യായവുമായി പലപ്പോഴും ഇത്തരം ആളുകൾ മറ്റ് കമന്റുകളുമായി കടന്നു വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹം സമസ്തയുടെ വിശ്വാസം ഹൃദയം കൊണ്ട് സ്വീകരിച്ചാണ്. കേവലം ഉണ്ടാകുന്ന മാനസികമായ വിഷമത്തിൽ ഇങ്ങനെ സമസ്തയുടെ വിശ്വാസം സ്വീകരിക്കുന്ന, എന്നിട്ട് വിഷ്ടത്തെ തള്ളിപ്പറയുന്ന, പിന്നീട് വിഷ്ടത്തിലേക്ക് വരുന്ന ഈ വ്യക്തിയുടെ വാക്കിനെ മുഖവിലക്കെടുക്കാൻ പറ്റുകയില്ല. മാത്രമല്ല ഇദ്ദേഹം കൊണ്ടുവരുന്ന ഇദ്ദേഹത്തെ ഈ ആദർശത്തിലേക്ക് എത്തിച്ചത് സത്യമാണല്ലോ, ഈ വിസ്ഡം മുന്നോട്ട് വെച്ച വാദവുമാണല്ലോ. പിന്നെ സമസ്തയും വിസ്ഡവും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് കൊടുത്ത കഴിവല്ലേ, കഴിവിൽപ്പെട്ടതല്ലേ, ഇത് ഭൗതികമായ ഒരു കാര്യമല്ലേ ചോദിക്കുന്നത് എന്നൊക്കെ രൂപത്തിലുള്ള വ്യാഖ്യാനം കേട്ടപ്പോൾ സ്വാഭാവികമായും ബാബ സാഹിബിന് തോന്നിയിട്ടുണ്ടാവും ഇതും സമസ്തയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതായിരുന്നാലും സഹോദരങ്ങളെ നസീഹത്തോടു കൂടി പറയാണ്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാണ്, ഇത് ശിർക്കൻ വാദമാണ്, ഇത് കുഫ്രൻ വാദമാണ്. ഇതിനെ വസീലത്തുനില ശിർക്കൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ച് അതിനുവേണ്ടി നമ്മൾ സമയം കളഞ്ഞാൽ, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പണം ചെലവഴിച്ചാൽ നാളെ പരലോകത്തെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് എൻ്റെ ഈ വിസ്ഡം എന്ന ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബ ബന്ധുമിത്രാദികളും ആയവരമായ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു നസീഹത്താണ്. അള്ളാഹു നമ്മെ, ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരെയും അബദ്ധങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ആദർശ വിഷയങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.